ഇന്ന് ന്യൂസ് ആംഗിൾ വിശകലനം ചെയ്യുന്ന വാർത്ത നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിയുടെ അനുഭവത്തിൽ ഉറച്ച വോട്ടുകൾ മാത്രം കണക്കാക്കിയുള്ള വിലയിരുത്തലിലാണ് CPIM ഒരുങ്ങുന്നത്. അപ്പോഴും തുടർഭരണം ഉറപ്പിക്കാമെന്ന് പാർട്ടി പറയുന്നുണ്ട്. ഏത് സാഹചര്യത്തിലും കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്താവുന്ന സീറ്റുകൾ നേടും. കനത്ത മത്സരം നടന്ന ചില സീറ്റുകളിൽ കൂടി വിജയിക്കാനായാൽ ഭൂരിപക്ഷം ഉറപ്പെന്നാണ് മണ്ഡലം കമ്മിറ്റികൾ നൽകിയ കണക്ക് പരിശോധിച്ച ശേഷമുള്ള ആത്മവിശ്വാസം. ഇത്തവണ കൃത്യമാകുമോ CPIMന്റെ കണക്ക് കൂട്ടൽ എന്നാണ് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നത്. അർജുൻ വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, ഇപ്പം തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസത്തിന് ശേഷം വന്ന ഒരു തിരഞ്ഞെടുപ്പാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ്. പതിവിൽ നിന്നും എത്രയോ വിഷയങ്ങൾ സജീവമായി ചർച്ചകളിൽ വന്നു. ഏറ്റവും ഒടുവിൽ ചർച്ചയിൽ വന്നത് മാത്യു കുഴൽനാടന്റെ വാർത്താ സമ്മേളനമായിരുന്നു. അതടക്കം എല്ലാ വിഷയങ്ങളും ചർച്ചയിൽ വരികയും അത് ജനങ്ങൾ ചർച്ച ചെയ്തോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറിയാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ ഈ ഓണാക്കി തന്നെ നിലനിർത്തിയിരുന്നു തിരഞ്ഞെടുപ്പ് ദിവസം വരെയും. ഇക്കാര്യങ്ങളൊക്കെ വോട്ടിൽ പ്രതിഫലിച്ചോ എന്ന് വേണം ഇനി അറിയേണ്ടത്. കാരണം ഇപ്പം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വലിയ പോളിംഗ് ഒക്കെ രേഖപ്പെടുത്തി തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഒരു അനുഭവം അത് നിയമസഭയിലേക്കും മാറുമെന്ന് UDF ഇത്രയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. സീറ്റിന്റെ കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് ടീം UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന്. അത് ഇന്നലെയും പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് നമ്മൾ കേട്ടു. 110 സീറ്റ് നേടി LDF തുടർഭരണം ഉറപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ടെടുപ്പിന് മുൻപ് പറഞ്ഞതല്ല. വോട്ടെടുപ്പിന് ശേഷം അദ്ദേഹത്തിന്റെ ആ ഒരു വാദത്തെ ഏറ്റുപിടിക്കാൻ നേതാക്കൾ ആരും തയ്യാറായില്ല. എന്തിന് പാർട്ടി സെക്രട്ടറിയോ LDFന്റെ കൺവീനറോ പോലും തയ്യാറായിട്ടില്ല. അപ്പൊ നിലവിൽ ഇടത് മുന്നണിക്കൊരു ആത്മവിശ്വാസക്കുറവുണ്ടോ അർജുൻ? സേതു, ആത്മവിശ്വാസ കുറവല്ല. ഇപ്പോൾ അങ്ങനെ ഒരു അവകാശവാദവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് CPIM തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ചേർന്നതിന് ശേഷം ഒരു കണക്ക് പറയാം എന്നുള്ള വിലയിരുത്തലിലാണ് പാർട്ടി ഉള്ളത്. സേതു പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയാണ് ഇത്തരം ഒരു അമിത ആത്മവിശ്വാസത്തിലേക്ക് പോകാതിരിക്കാൻ CPIMനെ പ്രേരിപ്പിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടി ആണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്ര വലിയ ആത്മവിശ്വാസവുമായി മുന്നോട്ട് പോകാവുന്ന സാഹചര്യം ഉണ്ടോ എന്ന കാര്യത്തിൽ CPIMന് ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു കണക്ക് പറഞ്ഞുകൊണ്ട് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിലേക്ക് CPIM പോകാത്തത്. പക്ഷേ എന്തൊക്കെ കണക്ക് കൂട്ടിയാലും കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്താൻ കഴിയും എന്ന വിലയിരുത്തൽ CPIMന് ഉണ്ട്. ഈ 100 സീറ്റ് വാഗ്ദാനം, 100 സീറ്റ് അവകാശവാദം UDF ഉന്നയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട അനുഭവം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പുമാണ്. പക്ഷേ അത്തരത്തിലേക്ക് ഒരു ഏകീകരണം ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് CPIM കണക്ക് കൂട്ടുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ വോട്ട് ഏകീകരണം വ്യാപകമായി നടന്നിരുന്നു, പ്രത്യേകിച്ച് മലബാർ ജില്ലകളിലൊക്കെ. പക്ഷേ ഇത്തവണ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോകില്ല എന്ന് CPIM കണക്ക് കൂട്ടുകയാണ്. ഏകദേശം CPIMന്റെ ഒരു ആ ജില്ലകളിലെ ഒരു പ്രതീക്ഷ പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് 2 സീറ്റാണ്. ഉദുമ വിജയം ഉറപ്പിക്കുന്ന മണ്ഡലത്തിൽ പെടുത്തിയിട്ടില്ല. കണ്ണൂരിൽ 8 സീറ്റാണ്. അവിടെ പേരാവൂരും കണ്ണൂർ സെൻട്രലും ഒക്കെ CPIM പ്രതീക്ഷ വെക്കാത്ത മണ്ഡലമാണ്, അല്ലെങ്കിൽ ഉറപ്പിച്ച് വിജയം പറയാത്ത മണ്ഡലമാണ്. കോഴിക്കോട് 6 CPIM പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. അവിടെ കുറ്റ്യാടി, കൊയിലാണ്ടി, നാദാപുരം, കോഴിക്കോട് സൗത്ത് ഒക്കെ വിജയപ്രതീക്ഷ കുറഞ്ഞ അല്ലെങ്കിൽ ആ ഗണത്തിൽപ്പെടുത്താത്ത മണ്ഡലങ്ങളാണ്. വയനാട്, മാനന്തവാടി മാത്രമാണ് പട്ടികയിലുള്ളത്. മലപ്പുറത്ത് ഒരു പക്ഷേ പൊന്നാനിയും തവനൂരും ജയിക്കുമെങ്കിൽ കൂടിയും അവിടെയും ഉറപ്പിച്ച് ഈ 2 സീറ്റ് നമുക്കാണ് എന്ന് CPIM പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പാലക്കാട് 8 സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്. ആ പട്ടികയിൽ ഇല്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധേയമാണ്. പാലക്കാടും ശക്തമായ മത്സരം നടന്നിട്ടുണ്ടെങ്കിലും ജയിക്കാവുന്ന തരത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് CPIM കാണുന്നുണ്ട്. തൃശ്ശൂരിൽ 8 സീറ്റാണ് CPIM പ്രതീക്ഷിക്കുന്നത്. അവിടെ തൃശ്ശൂർ നിയമസഭാ മണ്ഡലം ഇല്ല. ഗുരുവായൂർ ശക്തമായ മത്സരമാണ് എന്ന് കരുതുന്നു. അല്ലാതെ 8 സീറ്റ് എന്നാണ് പ്രതീക്ഷ. എറണാകുളത്ത് 1 മുതൽ 2 എന്നാണ് പാർട്ടി ഒരു ഫൈനലൈസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഈ തൃപ്പൂണിത്തറയിലടക്കം ജയിച്ചു കയറാമെന്നുള്ള വിലയിരുത്തലുണ്ടെങ്കിൽ കൂടിയും അത് ഉറപ്പിച്ച് പറയാവുന്ന തരത്തിലേക്ക് പാർട്ടി പോയിട്ടില്ല. കോട്ടയത്തും സമാനമാണ്. 2 അല്ലെങ്കിൽ 3 സീറ്റാണ് പാർട്ടി ഉറപ്പിക്കുന്നത്. ആലപ്പുഴയിൽ അത് 5ആണ്. അതിൽ ഈ പറഞ്ഞ ഈ അമ്പലപ്പുഴയിലടക്കം ശക്തമായ മത്സരം നടന്നുവെന്ന് പാർട്ടി കരുതുന്നു. പത്തനംതിട്ടയിലും ശക്തമായ മത്സരം ഉണ്ടായിട്ടുണ്ട്. അവിടെ 1 അല്ലെങ്കിൽ 2 സീറ്റാണ് ഉറപ്പിച്ച് പറയുന്നത്. അതിൽ ആറന്മുള ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ പോലും ഈ ഇടുക്കിയിൽ 2ആണ്. കൊല്ലത്ത് 6 സീറ്റാണ്. കൊല്ലം മണ്ഡലം ഉൾപ്പെടെ പത്തനാപുരം ഉൾപ്പെടെ ആ പട്ടികയിൽ പെടുത്താതെയാണ് CPIMന്റെ കണക്ക്. തിരുവനന്തപുരം
തിരുവനന്തപുരത്ത് ഏറ്റവും കുറഞ്ഞത് 9 സീറ്റ് പറയുന്നു. അതിൽ നേമം ഇല്ല, അരുവിക്കരയില്ല, നെയ്യാറ്റിൻകര ഉൾപ്പെടെ ശക്തമായ മത്സരം. ഇങ്ങനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ പോലും അത് 50-നും 60-നും ഇടയ്ക്കുള്ള സീറ്റുകളിലേക്ക് എത്തുകയാണ് ഇടതുപക്ഷം. അതുകൊണ്ട് തന്നെ ഈ ശക്തമായ മത്സരം മാറ്റിവെച്ചിട്ടുള്ള മണ്ഡലങ്ങളിൽ ചിലതുകൂടി ലഭിച്ചു കഴിഞ്ഞാൽ ജയിക്കാൻ കഴിയും എന്ന വിലയിരുത്തലാണ് പാർട്ടിക്ക് ഉള്ളത്.